പവിത്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. കമലം വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് വേദ അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, അമ്മ വിഷമിക്കേണ്ട, വിക്രം വരുമ്പോ ചോറ് ഞാൻ എടുത്തു കൊടുത്തോളാം, അമ്മ പോയി കിടന്നോ. അന്നേരം വേദിയെ നോക്കി കമലം പറയുന്നുണ്ട്, ഞാൻ എന്റെ സങ്കടവും വിഷമവും ആരോടാ പറയേണ്ടത്? ഒരു ഭാഗത്ത് മാഷ്, മറ്റൊരു ഭാഗത്ത് വിക്രം, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉള്ളു പിടയുന്നത് എന്റെയാ. ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം വേദ വിക്രം വരുന്നത് നോക്കി വരാന്തരി ഇരിക്കുക. അന്നേരം ഒത്തിരി വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം വിക്രം വേദനെ നോക്കുന്നുണ്ട്. വിക്രം അരികിലേക്ക് പോവുക. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം അമ്മ നിങ്ങളെ കാത്തിരുന്നു, എന്തിനാ ആ പാവ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അന്നേരം വിക്രം പറയുക, നീ എന്തിനാ ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുന്നത്? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അന്നേരം വേദ പറയുന്നുണ്ട്, അത് കള്ളം പറയുന്നതാ. ഞാൻ അനിയൻകുട്ടനെ വിളിച്ച് ചോദിച്ചല്ലോ, ഒന്നും കഴിക്കാതെയാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. വെറുതെ എന്നോട് കള്ളം പറയണ്ട, പോയി കുളിച്ചിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. ഇത് കേട്ട് വിക്രം വേദേനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. നേരം വേദ ചോറെല്ലാം എടുത്ത് വെക്കുക. വിക്രം നേരം ചോറ് കഴിക്കുന്നുണ്ട്. നേരം വേദ പറയുക, വിശ്വേട്ടനും ശ്രീചേട്ടത്തെയും അവരുടെ മുറി നമുക്ക് തന്നേക്കുക, അവരപ്പുറത്ത് കിടക്കാന്നാ പറഞ്ഞത്. വിക്രമിന്റെ മുറി നന്നാക്കാതെ എങ്ങനെയാ ഇവിടെ കിടക്കാൻ പറ്റുന്നത്? തൽക്കാലം നമുക്ക് അവരുടെ മുറി കിടക്കാം, എല്ലാം ഒന്ന് ശരിയാവുന്നത് വരെ. ഇത് കേട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്, അത് നടക്കില്ല, ഞാൻ എന്റെ മുറി കിടന്നോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നീ ഇവിടെ കിടന്നോ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം കഴുകിയിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. നേരം വേദ വെറ്റെല്ലാം കഴുകി വെച്ച് പുറത്തോട്ട് പോകുന്നുണ്ട്. നേരം വേദ നോക്കുമ്പോ വിക്രം കത്തി നശിച്ച ആ മുറി നിൽക്കുക. ഇത് കണ്ട് വേദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അന്നേരം വിക്രം അവിടേക്ക് വൃത്തിയാക്കുക. നേരം വേദ ചോദിക്കുന്നുണ്ട്, ഇവിടെ എങ്ങനെയാ വിക്രം കിടന്നുറങ്ങുന്നത്? ഈ രാത്രിയിൽ എന്ത് ചെയ്യാൻ പോവാ? ഇന്നൊരു ദിവസം നിങ്ങൾ അവിടെ വന്ന് കിടക്ക്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മുറി വിട്ട് തെങ്ങും കിടക്കില്ല, എന്റെ മുറിയ, ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ, എന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലേ? നേരം വേദ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് പോവാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ മുറിയോട് അത്രയ്ക്ക് ബന്ധമുണ്ടോ? ഈ മുറിയിലെ കിടന്നുറങ്ങൂന്ന്. നേരം വിക്രം പറയുന്നുണ്ട്, നിനക്ക് എന്തറിയാം? ഈ മുറി എനിക്ക് സന്തോഷവും സ്വപ്നങ്ങളും വേദനകളും ഓർമ്മകളും തരുന്ന മുറിയ, ഈ മുറിയ എന്റെ എല്ലാം. എനിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരം വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട്, എന്നാ ശരി, ഞാനും കൂടി സഹായിക്കാം, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ഇപ്പൊ ചെയ്ത് തീർക്കാൻ കഴിയില്ല, ഈ മുറി മൊത്തം കത്തി നശിച്ചതല്ലേ. ഇത്രയും പറഞ്ഞിട്ട് വേദ കട്ടിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം വേദേനെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യാൻ നിക്കണ്ട, ഇതെന്റെ വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയാ. അന്നേരം വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട്, ഈ മുറിയിൽ അവരുപേക്ഷിച്ച ഒരാളുകൂടി ഉണ്ടല്ലോ, അയാളുടെ ജീവിതത്തിലേക്ക് വന്ന് കേറിയ സ്ഥിതിക്ക് മുറി വിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ഇത് കേട്ട് വിക്രം വേദേനെ നോക്കുന്നുണ്ട്. നേരം വേദ പറയുക, അങ്ങനെ നിങ്ങളെ തനിച്ചാക്കി എനിക്ക് അവിടെ കിടന്ന് ഉറങ്ങണ്ട. നിങ്ങൾ ഇവിടെ കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. നമുക്കിടയിൽ അകൽച്ചയുണ്ടെങ്കിലും തൊട്ടരികിൽ നിങ്ങൾ എന്റെ അടുത്തുണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങണ്ട. ഇത് കേട്ട് വിക്രം ഇതേ കണ്ണെടുക്കാതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. നേരം വേദ ജനലിൽ കത്തൊക്കെ ഇടുന്നുണ്ട്. വിക്രം അന്നേരം കട്ടിലൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുക, പൊടിയൊക്കെ കളയുന്നുണ്ട്. നേരം വേദ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. നേരം വിക്രം വേദയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. എത്രയൊക്കെ ആട്ടി അകറ്റാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ എന്നെ വിട്ട് പോകുന്നില്ലല്ലോ, ഓരോ നിമിഷം കൂടുന്തോറും അവളോടുള്ള ഇഷ്ടം എനിക്ക് കൂടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട്. വിക്രമിന്റെ ഉള്ളിലെ വേദയോടുള്ള പ്രണയം ഇത് ശരിക്കും വിക്രം ആസ്വദിക്കുന്നുണ്ട്. നേരം വിശ്വം ടീച്ചോട് ചോദിക്കുന്നുണ്ട്, വിക്രമിനെയും വേദയും പ്രിയ കണ്ടില്ലല്ലോ. നേരം രണ്ടുപേരും പുറത്തോട്ട് വരുമ്പോ വിക്രമും വേദയും പ്രിയ നിൽക്കുന്നത് കാണുക. നേരം അച്ഛനും ശ്രീജയും വിക്രമിന്റെയും വേദയുടെയും അരികിലോട്ട് പോകുന്നുണ്ട്. നേരം വിക്രം ചോദിക്കുക, ചേട്ടനെ ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ മുറി ഏകദേശം ഒതുക്കി, എന്തായാലും കിടന്നുറങ്ങാൻ പറ്റും, നിങ്ങൾ പോയി കിടന്നോ, ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ. നേരം വിശ്വം ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വേദയോ? നേരം വേദ പറയുന്നുണ്ട്, ഞാനും ഇവിടെ കിടന്നോളാം, ഈ മുറിയുടെ അകമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, ഞാനും വിക്രമും ഇവിടെ കിടന്നോളാം, നിങ്ങൾ പൊക്കോ. നേരം വിശ്വം വിക്രമിനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട വിക്രം, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഈ മുറി പുതുക്കി പണിയാൻ കുറച്ച് കാശ് ഞാൻ ബാങ്കിലെ മാനേജറോട് ചോദിച്ചു നോക്കട്ടെ എന്നാ പറഞ്ഞത്. കിട്ടുവാണെങ്കിൽ ഈ മുറി ശരിയാക്കി എടുക്കാം, നീ വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടുന്ന കാശിൽ നിന്ന് ഉച്ചം പിടിച്ചെങ്കിലും നമുക്ക് ഈ മുറി ശരിയാക്കി എടുക്കാം വിക്രം. ഇത് കേട്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പെട്ടെന്ന് വിക്രം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് വിശ്വത്തിനെ കെട്ടിപ്പിടിക്കുക. നേരം വിശ്വം വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താടാ ഇത്, ഈ കരയാണോ? ഈ ചോണക്കൊട്ടനല്ലേ, ഈ എന്റെ അനിയനല്ലേ, എനിക്കൊരു പ്രശ്നം വരുമ്പോ ഞാനല്ലേ നിന്നെ സഹായിക്കേണ്ടത്, എന്റെ കൂടെ നിൽക്കേണ്ടത്. അച്ഛന്റെ വിഷമം കൊണ്ട് അച്ഛൻ പറയുന്നതാ, ഇത് നീ കാര്യാക്കണ്ട, ഇത് നിന്റെ മുറിയാ, ഈ മുറിയോടുള്ള നിന്റെ ബന്ധം എത്ര മാത്രമാണെന്ന് എനിക്ക് ശ്രീജയ്ക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. അന്നേരം വിക്രം നിറകണ്ണുകളോടെ വിശ്വത്തിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും, എനിക്കത് മതി, ഈ മുറി എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. നേരെ വിശ്വം പറയുന്നുണ്ട്, തൽക്കാലം നീ ഇനിയൊന്നും പറയണ്ട, രണ്ടുപേരും
കിടക്കാൻ നോക്ക്, നേരെ ഒത്തിരി വൈകി, ഞങ്ങൾ എന്നാ പോവാ. നേരം ശ്രീജ വിഷ്ണുവിനെയും വേദയും നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പോവുക. നേരെ വേദയ്ക്ക് ഇത് കണ്ട് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. അതുപോലെ വിക്രമിനും നേരെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല മനസ്സുള്ളവരാ. വിശ്വേട്ടനും ശ്രീചേട്ടത്തെയും ശുദ്ധ പാവങ്ങളാ. ഈ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. അച്ഛൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് നിങ്ങളുടെ ഓരോ പ്രവർത്തികളും നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടൊക്കെയാ. അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ പണ്ടത്തെ അച്ഛന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? സത്യം പറയ വിക്രം. അന്നേരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എനിക്ക് അച്ഛന്റെ മുന്നിൽ പോവാൻ പേടിയായിരുന്നു. കാരണം ഞാൻ ഇന്ന് പണ്ടത്തെ വിക്രമല്ല, ഗുണ്ടയും കൊലപാതകവും നടത്തുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടാ അച്ഛൻ എന്നെ കാണുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഒന്നും അങ്ങനെ ഇരിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇതെല്ലാം ഞാൻ മാറ്റിയെടുക്കും. അന്നേരം വിക്രം ഇതിനെ നോക്കുന്നുണ്ട്. അന്നേരം ഉടനെ വേദ പറയുക, വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, എന്റെ ദേഹമൊക്കെ നന്നായി വേദനിക്കുവോ, നിങ്ങൾ കിടന്നോ. വേദ നേരം തറയിലോട്ട് കിടക്കാൻ പോകുന്നുണ്ട്. നേരം വിക്രം പറയുക, നീ വേണമെങ്കിൽ കട്ടിലിൽ കിടന്നോ, ഞാൻ തറയിൽ തുണി വിരിച്ച് കിടന്നോളാം. നേരം വേദ വിശ്വസിക്കാനാവാതെ വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്റെ മുന്നിൽ നിൽക്കുന്നത് വിക്രം തന്നെയല്ലേ? എന്താ പെട്ടെന്നൊരു മാറ്റം? ഇത്രനാളും ഞാൻ ഇവിടെ താഴെ കിടന്നിട്ടും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പെട്ടെന്നൊരു മനസ്സിനൊരു ചാഞ്ചാട്ടം? നേരെ വിക്രം പറയുന്നുണ്ട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ തന്നെ കിടന്നോ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം കട്ടിലോട്ട് കിടക്കുന്നുണ്ട്. ഇത് കണ്ട് വേദയ്ക്ക് ചിരി വരുക. അങ്ങനെ വിക്രവും വേദയും ഇപ്പോഴൊക്കെയോ ഉറങ്ങുന്നുണ്ട്. രാവിലെ വേദ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക. നേരം ശ്രീജ അന്തേ പോവാനായിട്ട് നിൽക്കുക. നേരം വേദയ്ക്ക് തോന്നുന്നുണ്ട് വിക്രമിന്റെ രഹസ്യങ്ങളൊക്കെ ശ്രീജയിൽ നിന്നും അറിയണമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ട്. അന്നേരം വേദ ശ്രീജയോട് പറയുക, ഞാനും വരുന്നുണ്ട് ശ്രീജേട്ടത്തി, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ശ്രീജയും വേദയും കൂടി ചന്തയിലോട്ട് പോകുന്നുണ്ട്. മലക്കറിക്ക് മേടിച്ച് തിരിച്ചു വരാൻ നേരം വേദ ചോദിക്കാനിരുന്ന ആ ചോദ്യം വിക്രമിനെ കുറിച്ചുള്ള ഭൂതകാലത്തെ കുറിച്ച് ശ്രീജയോട് ചോദിക്കുന്നുണ്ട്. ശ്രീചേട്ടത്തി, അച്ഛനും വിശ്വേട്ടനും വിനായകൻ ചേട്ടനൊക്കെ വിക്രമിനെ പോലെയല്ല, കുറെയൊക്കെ അച്ഛനെ പോലെ തന്നെയാ. സ്വഭാവത്തിലല്ല, സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും. പക്ഷെ വിക്രം അങ്ങനെയല്ല. അതെന്തുകൊണ്ടാ? നേരം ശ്രീജ പറയുന്നുണ്ട്, വിക്രമിനെ കുറിച്ച് ഇതൊക്കെയൊന്നും അറിയില്ല. വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പെൺകുട്ടികളെ വീടിന്റെ വിളക്കെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ശരിക്കും ആ വീടിന്റെ വിളക്കായിരുന്നു വിക്രം. നേരം വേദ ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാ ഇങ്ങനെ ആയത്? വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറിയത്? ഇനിയെങ്കിലും ശ്രീജേട്ടത്തിക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ആരോടും ഒന്നും പറയില്ല. വിക്രമിനെ മാറ്റിയെടുക്കണമെന്ന് മറ്റാരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. അന്നേരം ശ്രീജ വേദയോട് എല്ലാം പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ കേൾക്കാനായി അതോർത്ത് നിൽക്കുക. ആരെയും അസൂയപ്പെടുത്തുന്ന വിക്രമിന്റെ കുട്ടിക്കാലം ആശു വിക്രമിനെ ഒരു നിധിയെ പോലെ കൊണ്ടു നടന്നതും കൂട്ടുകാരനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ആ നാട്ടിലെയും ആ വീട്ടിലെയും പൊന്നോമനയായിരുന്ന വിക്രമിനെയും കുറിച്ച് ശ്രീജ വേദയോട് എല്ലാം പറയുന്നുണ്ട്.